സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് രശ്മി ഗോപാൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പാലക്കാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഓൺലൈൻ ക്ലാസുകൾ. സംസ്ഥാനത്ത് കടുത്ത ചൂടിനിടയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് അറിയിപ്പ്. ഉയർന്ന താപനിലയെ തുടർന്ന് പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നു മുതൽ താൽക്കാലികമായി അടച്ച ഓൺലൈൻ ക്ലാസുകളായി മാറി. വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചതോടെ പ്രതിസന്ധി മറികടക്കാൻ KEC അധികമായി 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ ആലോചിക്കുന്നു. ഇന്നലെ പാലക്കാട് 39.8 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയതോടെ നിർജ്ജലീകരണം, തലവേദന, ഉറക്കമില്ലായ്മ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളും വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇറാന്റെ തിരിച്ചടി. അമേരിക്കൻ കപ്പലുകൾക്ക് ഡ്രോൺ ഭീഷണി. അമേരിക്കൻ പടക്കപ്പലുകളിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇറാൻ അവകാശപ്പെട്ടു. ഇറാനിയൻ ചരക്ക് കപ്പൽ പിടിച്ചെടുത്തതിന് മറുപടിയായാണ് ഈ നടപടിയെന്ന് തസ്നീം റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ വ്യക്തമല്ല. അമേരിക്ക ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. കപ്പൽ പിടിച്ചെടുത്ത നടപടി കടൽക്കൊള്ളയെന്ന് ഇറാൻ ആരോപിക്കുകയും കൂടുതൽ തിരിച്ചടി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. നെട്ടയം സംഘർഷം. വട്ടിയൂർക്കാവിൽ ആശങ്ക വർദ്ധിക്കുന്നു. തിരുവനന്തപുരം നെട്ടയത്തുണ്ടായ BJP-CPM പോലീസ് സംഘർഷത്തിന് പിന്നാലെ വട്ടിയൂർക്കാവിൽ വീണ്ടും സംഘർഷ ഭീഷണി ഉയർന്നു. പുലർച്ചെ 1:30 DYFI നേതാവിന്റെ വീടിന് മുന്നിലെത്തിയ അജ്ഞാത സംഘം ഗേറ്റിൽ തട്ടി ഭീഷണിപ്പെടുത്തിയതായി റിപ്പോർട്ട്. 2 ബൈക്കുകളിലായി എത്തിയ 3 പേരുടെ കൈവശം മാരകായുധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും CCTV ദൃശ്യം പുറത്തു വന്നിട്ടുണ്ടെന്നും പറയുന്നു. ഇതിനിടെ മുൻ സംഘർഷത്തിന് പിന്നിൽ CPM പ്രവർത്തകരാണെന്ന് BJP ആരോപിച്ചു. പോലീസ് വാഹനം ഇടിച്ച് വിദ്യാർത്ഥികൾക്ക് പരിക്ക്. മർദ്ദനാരോപണം. ആലപ്പുഴയിൽ പിന്തുടർന്നെത്തിയ പോലീസ് വാഹനം ബൈക്കിലിടിച്ച് +2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റതായി പരാതി. വണ്ടാനം സ്വദേശികളായ ആഷിഖും ഷിനാസുമാണ് പരിക്കേറ്റത്. മറ്റൊരു കേസിലെ പ്രതികളാണെന്ന് തെറ്റിദ്ധരിച്ച് അമ്പലപ്പുഴ പോലീസ് പിന്തുടർന്നെത്തിയതാണെന്നും ബൈക്കിടിപ്പിച്ചു നിർത്തിയ ശേഷം പരിശോധന നടത്തിയതായും വിദ്യാർത്ഥികൾ ആരോപിച്ചു. ഈ മാസം 18 രാത്രി തോട്ടപ്പള്ളിയിലാണ് സംഭവം. ഹരിപ്പാട് ഐസ്ക്രീം സ്റ്റാളിൽ ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു അപകടം. ചെന്നൈ സൂപ്പർ കിങ്സിന് തിരിച്ചടി. ആയുഷ് മാതരയ്ക്ക് കൂടുതൽ മത്സരങ്ങൾ നഷ്ടമാകും. ധോണിയുടെ തിരിച്ചുവരവിൽ അനിശ്ചിതത്വം. IPL-ൽ മിന്നും ഫോമിൽ കളിക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സിന് തിരിച്ചടിയായി യുവ ഓപ്പണർ ആയുഷ് മൈത്രയുടെ പരിക്ക്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ മത്സരത്തിനിടെ ഹാംസ്ട്രിംഗ് പരിക്കേറ്റ 18-കാരനായ മാത്രയ്ക്ക് വരാനിരിക്കുന്ന ഏതാനും മത്സരങ്ങൾ നഷ്ടമാകും. പരിക്ക് എത്രത്തോളം ഗൗരവകരമാണെന്ന് അറിയാൻ തിങ്കളാഴ്ച സ്കാനിംഗ് നടത്തും. ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ 3-ാം നമ്പറിൽ ഇറങ്ങിയ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുകയായിരുന്നു മാത്രേ. എന്നാൽ വേഗത്തിൽ 2 റൺ എടുക്കാനുള്ള ശ്രമത്തിനിടെ താരത്തിന്റെ ഇടതുകാലിലെ പേശികൾക്ക് പരിക്കേൽക്കുകയായിരുന്നു. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റ്സിനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.